ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ദശമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മളതിൻ്റെ കഥാസാരം കണ്ടിരുന്നു. ഇനി നമുക്ക് ശ്ലോകങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ആദ്യത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ദശമസ്കന്ധം 15-ാം അധ്യായം. ഓം അഥ പഞ്ചദശോऽധ്യായഃ. ശ്രീശുക ഉവാച. തതശ്ച പൗകണ്ഡവയഃ ശ്രിതൗ വ്രജേ ബഭ്രൂവതുസ്തൗ പശുപാലസമ്മതൗ ഗാശ്ചാരയന്തൗ സഖിഭിः സമം പദൈർ വൃന്ദാവനം പുണ്യമതീവ ചക്രതുഃ. തതശ്ച പൗകണ്ഡവയഃ ശ്രിതൗ വ്രജേ. തതശ്ച, തതഃ ച, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. തതശ്ച അനന്തരം എന്നുള്ള അർത്ഥമാണ്. പൗകണ്ഡവയ, പൗകണ്ഡ വയസ്സിനെ, അതായത് 6 വയസ്സ് മുതൽക്കുള്ള ഒരു പ്രായം. ശ്രിതൗ പ്രാപിച്ച, വ്രജേ ഗോകുലത്തില്, ബഭൂവതുസ്തൗ, ബഭൂവതു തൗ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. ബഭൂവതുസ്തൗ. ബഭൂവതു എന്ന് പറഞ്ഞാൽ സംഭവിച്ചു, അങ്ങനെ ഭവിച്ചു. തൗ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് എന്നുള്ളതിന്, അതായത് ബഹുവചനത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഔ മാത്രം വരുന്നത്. അപ്പോൾ തൗ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേര്. പശുപാല സമ്മതൗ, പശുക്കളെ പാലനം ചെയ്യുന്നതിന് അഥവാ പശുക്കളെ നോക്കുന്നതിനായിട്ട്, പശുക്കളെ മേയ്ക്കുന്നതിനായിട്ട്. പശു എന്ന് പറഞ്ഞാൽ ഇവിടെ പശുക്കുട്ടികളാണ്, ചെറിയ കുട്ടികളാണല്ലോ ഇവരും. അതുകൊണ്ട് തന്നെ വലിയ പശുക്കളെയല്ല, അവരവരുടെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ചെറിയ പശുക്കളെ. പശുപാല സംമിതൗ, പശുക്കളുടെ പാലനത്തിന് ഇനി അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഗാശ്ചാരയന്തൗ, ഗാ ചാരയന്തൗ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. ഗാശ്ചാരയന്തൗ. ഗാഹ് എന്ന് പറഞ്ഞാൽ ഗോക്കളെ, പശുക്കളെ. ചാരയന്തൗ സഞ്ചരിപ്പിക്കുന്നതിനായിട്ട്, ചരിപ്പിക്കുന്നതിനായിട്ട് അഥവാ പശുക്കളെ മേയ്ക്കുന്നതിനായിട്ട്. സഖിഭി സമം, സഖിഭിഹി സമം, ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് അവിടെ. സഖിഭി എന്ന് പറഞ്ഞാൽ സ്നേഹിതന്മാര്, തങ്ങളുടെ കൂട്ടുകാര്. സമം കൂടെ. അപ്പോൾ കൂട്ടുകാരോട് കൂടി പശുക്കളെ മേയ്ക്കുന്നതിനായിട്ട് അവർ രണ്ടുപേരും പൗകണ്ഡ വയസ്സിൽ, അതായത് ഏകദേശം ഒരു 6 വയസ്സ് പ്രായമുള്ളപ്പോൾ, പദൈർ വൃന്ദാവനം, പദൈ വൃന്ദാവനം. പദൈ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പാദങ്ങളെ കൊണ്ട്, കാലടികളെ കൊണ്ട്, വൃന്ദാവനം വൃന്ദാവനത്തെ, പുണ്യമതീവ, പുണ്യം അതീവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. പുണ്യമതീവ. അതീവ എന്ന് പറഞ്ഞാൽ ഏറ്റവും, പുണ്യം പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ട്. ചക്രതു എന്ന് പറഞ്ഞാൽ ചെയ്തു. അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും അഥവാ ചേട്ടനുണ്ണിയും അനിയനുണ്ണിയും കൂടി മറ്റു കുട്ടികളോടൊപ്പം അവരുടെ പൗകണ്ഡ വയസ്സിലെത്തിയപ്പോൾ ഇനിയും തങ്ങൾക്കും കാലിയെ മേയ്ക്കുവാൻ പോകാമെന്ന് സ്വയം തോന്നി തന്നെയുമല്ല അച്ഛനായ നന്ദഗോപരുടെ അനുവാദവും കിട്ടിയപ്പോൾ അങ്ങനെ അവര് കാലിയെ മേയ്ക്കുന്നതിനായിട്ട് വൃന്ദാവനത്തില് പോയി. അത് പോയത് ആ വൃന്ദാവനത്തിൻ്റെ ഭാഗ്യം കാരണം ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ച് ഭഗവാന്റെ പാദസ്പർശം ഏൽക്കുവാനുള്ള ഭാഗ്യം ആ വൃന്ദാവനത്തിനുണ്ടായി. അങ്ങനെ ആ വൃന്ദാവനം തന്നെ പുണ്യമതീവ, അതീവ പുണ്യമായി തീർന്നു.
ഭഗവാനെ കാണുന്നതിനും ഭഗവാന്റെ ഒരു പാദസ്പർശം ഏൽക്കുന്നതിനും ആ വൃന്ദാവനത്തിലെ ഓരോ പുൽക്കൊടിക്കും കഴിഞ്ഞത് അവരുടെ ഏതോ ജന്മത്തെ പുണ്യം കൊണ്ടാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതശ്ച പൗഗണ്ഡവയശ്രിതൗ വ്രജേ ബഭ്രൂവദുസ്തൗ പശുപാലസമ്മതൗ ഗാശ്ചാരയന്തൗ സഖിഭിഃ സമം പദൈർ വൃന്ദാവനം പുണ്യമതീവ ചക്രതു. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പൗഗണ്ഡവയ ചക്രതു സഖിഭി, ഇങ്ങനെ 3 ഇടത്ത് വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് പുണ്യമതീവ. പുണ്യം അതീവ ആണ് മായുടെ ആകാരം, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 2ാമത്തെ ശ്ലോകം നോക്കാം. തന്മാധവോ വേണുമുദീരയൻ വൃതോ ഗോപൈർഗൃണദ്ഭിഃ സ്വയശോബലാൻവിത പശൂൻ പുരസ്കൃത്യ പശവ്യമാവിശദ്വിഹർത്തു കാമ കുസുമാകരം വനം. തന്മാധവോ വേണുമുദീരയൻ വൃതോ. തന്മാധവ, മാധവ എന്ന് പറഞ്ഞാൽ മായുടെ, ലക്ഷ്മി ദേവിയുടെ പതിയായിട്ടുള്ളവൻ, ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ. തത് എന്ന് പറഞ്ഞാൽ ആ. വേണുമുദീരയൻ, വേണും ഉദീരയൻ, ഇങ്ങനെ 2 വാക്കുകളാണ് അവിടെ. വേണും എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ, ഉദീരയൻ എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്നവനായ, തൻ്റെ വേണുവിനെ വായിക്കുന്നവനായ. വൃതോ എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടവന്. മറ്റുള്ള കൂട്ടുകാരും ഗോപബാലന്മാരും ചേട്ടനായ രാമനുണ്ണിയാലും ഒക്കെ അങ്ങനെ ചുറ്റപ്പെട്ടവനായി വേണുവും വായിച്ചുകൊണ്ട് നിൽക്കുന്നു. ഗോപൈർ ഗൃണദ്ഭിഃ സ്വയശോബലാൻവിത. ഗോപൈ ഗൃണദ്ഭിഃ സ്വയശോ, സ്വയശ, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. ഗോപൈ എന്ന് പറഞ്ഞാൽ ഗോപന്മാരാൽ, അതായത് ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട്, തൻ്റെ ചുറ്റിനും കൂട്ടുകാരായിട്ടുള്ള ഗോപബാലന്മാർ ധാരാളം പേരുണ്ട്. അങ്ങനെ ചുറ്റപ്പെട്ടവനായിട്ടുള്ള ഗൃണദ്ഭി, അവരൊക്കെ വെറുതെ നിൽക്കുകയല്ല, തൻ്റെ ചുറ്റിനും നിന്നിട്ട് ഭഗവാനെ അങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. എന്താ, അവർക്കിപ്പോൾ പല അനുഭവങ്ങളായിരിക്കുന്നു. ഈ കൃഷ്ണൻ കൂടെയുള്ളത് കൊണ്ടാണ് പല ആപത്തുകളിൽ നിന്നും ആപൽ ഘട്ടങ്ങളിലും തങ്ങൾ രക്ഷപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഈ ചുറ്റിനും കൂടിയിരിക്കുന്ന ഗോപബാലന്മാര് ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാനെ അങ്ങനെ സ്തുതിക്കുന്നുണ്ട്, കീർത്തനം ചെയ്യുന്നുണ്ട്. കൃഷ്ണ, നീ ഉള്ളത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കൃഷ്ണ, നീ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഞങ്ങൾ രക്ഷപ്പെട്ടത്. തുടങ്ങി 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 കൃഷ്ണനെ ചുറ്റിപ്പറ്റി കൃഷ്ണന്റെ ഓരോ ലീലകളും അവരങ്ങനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരുന്നു. സ്വയശ എന്ന് പറഞ്ഞാൽ തൻ്റെ കീർത്തിയെ, ഭഗവാന്റെ കീർത്തിയെ പാടിപ്പുകഴ്ത്തുന്ന ഈ ഗോപകുമാരന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ടാണ് ഭഗവാൻ നിന്നിട്ട്, ആ കൃഷ്ണനുണ്ണി നിന്നിട്ട് വേണു ഊതുന്നത്. പശൂൻ പുരസ്കൃത്യ, പശുക്കളെ പുരസ്കൃത്യ എന്ന് പറഞ്ഞാൽ മുൻപേ നടത്തിക്കൊണ്ട്, പശവ്യമാവിശത്, പശവ്യം ആവിശത്, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പശവ്യമാവിശത്. പശവ്യം എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് സുഖപ്രദവും
ആവിശതെന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. വിഹർത്തുകാമ കുസുമാകരം വനം. വിഹർത്തുകാമ, അവരെ കളിക്കുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവനായിട്ട്, അതായത് ഈ പശുക്കുട്ടികളോടും മറ്റു ഗോപബാലന്മാരോടും രാമേട്ടനോടും ഒക്കെ ഒപ്പം കളിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ടാണ് ഭഗവാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ കൃഷ്ണനുണ്ണി ഓടക്കുഴലും ഒക്കെ വായിച്ച് വൃന്ദാവനത്തിലേക്ക് വന്നിരിക്കുന്നത്. കുസുമാകരം വനം, ആ വൃന്ദാവനത്തിലേക്ക് വന്നത്, പുഷ്പിച്ച് മനോഹരമായി നിൽക്കുന്ന ആ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ വന്നത്, അവിടത്തേക്ക് പ്രവേശിച്ചത് തന്നെ തൻ്റെ ആ കൂട്ടുകാരുമൊത്ത് തനിക്ക് കളിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഈ കുട്ടികളാകട്ടെ ലക്ഷ്മീകാന്തനായിട്ടുള്ള ഭഗവാന്റെ ചുറ്റിനും നിന്നിട്ട് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് ഭഗവാൻ ഓരോ സന്ദർഭങ്ങളിലും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഓരോരോ ഉപകാരത്തെയും അങ്ങനെ സ്മരിച്ചുകൊണ്ട് അവർ ചുറ്റിനും നടക്കുന്നുണ്ട്. ഏറ്റവും മുൻപിലായിട്ട് പശുക്കളെയും നടത്തുന്നുണ്ട്. പശുക്കളെ അവിടെ മേയ്ക്കുവാൻ വിടണം, തനിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കുകയും ചെയ്യാം. ഇതാണ് കൃഷ്ണനുണ്ണിയുടെ ഒരു ലക്ഷ്യം. അങ്ങനെ ഏതായാലും അവർ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തന്മാധവോ വേണുമുദീരയൻ വൃതോ ഗോപൈർഗൃണദ്ഭിസ്വയശോബലാൻവിതഃ പശൂൻ പുരസ്കൃത്യ പശവ്യമാവിശദ് വിഹർത്തുകാമഃ കുസുമാകരം വനം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വേണുമുദീരയൻ, വേണും ഉദീരയനാണ്. പദം പിരിക്കേണ്ട, മായുടെ ഉകാരം ശ്രദ്ധിച്ചാൽ മതിയാവും. അതേപോലെ ബലാൻവിത, അവിടെ വിഹർത്തുകാമ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്.